ആദിത്യൻ്റെ കാറിൻ്റെ ഹോൺ ശബ്ദം ആ വീടിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് മുറ്റത്തേക്ക് മുഴങ്ങിക്കേട്ടു. ആ ശബ്ദം കേട്ടതും അകത്ത് ഓരോ നിമിഷം നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന ജാനുമ്മയും ചേതനും ഒരേ സമയം വാതിലിലേക്ക് ഓടിയെത്തി. അവരുടെ പിന്നാലെ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളോടെ വിഹാനും ദിയയും കൂടി പുറത്തേക്ക് വന്നു. വീട്ടുമുറ്റത്ത് കാർ പതിയെ വന്നു നിന്നു. ഡോർ തുറന്ന് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയതും ആദിത്യനാണ്. പതിവ് പോലെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി. അവൻ്റെ പിന്നാലെ അനന്യയും ഇറങ്ങി. അവളുടെ മുഖത്തും അതേ ശാന്തതയും സന്തോഷവും തെളിഞ്ഞു നിന്നു. ഇരുവരും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്ന ആ കാഴ്ച കണ്ടതും ഇതുവരെ മനസ്സിനെ മുറുക്കി പിടിച്ചിരുന്ന ഭയമൊക്കെ അവിടെ നിന്നിരുന്നവരുടെ ഉള്ളിൽ നിന്ന് പതിയെ അലിഞ്ഞുപോയി. ആദിത്യൻ വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം ഇനി എന്ത് പ്രശ്നമാണ് പിന്നാലെ വരുന്നതെന്ന ഭയമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളും മാസങ്ങളുമായി എല്ലാവരുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് ജാനുമ്മയുടെയും ചേതൻ്റെയും. എന്നാൽ ഇന്ന് അവൻ്റെ മുഖത്ത് ഒരു വിഷമത്തിൻ്റെയും നീൽ പോലുമില്ല. ആ പ്രസന്നമായ ചിരി മാത്രം മതി അവരുടെ നെഞ്ചിലുണ്ടായിരുന്ന ഭാരമൊക്കെ ഒറ്റ നിമിഷം ഇറങ്ങിപ്പോകാൻ. മോനെ ആദി. വികാരങ്ങൾ നിയന്ത്രിക്കാനാവാതെ ജാനുമ്മ ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ശേഷം കണ്ടുമുട്ടിയതായിരുന്നു ആ ആലിംഗനം. ഒരു ചെറിയ പുഞ്ചിരിയോടെ ആദിത്യൻ്റെ അമ്മയെ തൻ്റെ നെഞ്ചോട് ചേർത്തു. അമ്മയുടെ പുറത്ത് സ്നേഹത്തോടെ തഴുകിക്കൊണ്ട് അല്പം കളിയോടെ അവൻ ചോദിച്ചു, എന്താ അമ്മേ ഇത്രയും ഫീൽ ചെയ്യുന്നത്? ഞാൻ ആദ്യമായിട്ടാണോ ഈ വീട്ടിലേക്ക് വരുന്നത്? അവൻ്റെ ശബ്ദത്തിലെ ആ പഴയ കുസൃതി കേട്ടതും ജാനുമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞുപോയി. അതല്ല മോനെ, ഓരോ തവണ നീ വരുമ്പോഴും എന്തെങ്കിലും പ്രശ്നം കൊണ്ടാ വരിക. അപ്പോഴാ ഈ അമ്മയുടെ നെഞ്ച് തീയാണ്. നീ തിരികെ ചിരിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ എനിക്കെന്നും സമാധാനമുണ്ടാകൂ. അവർ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ ആദിത്യൻ്റെ പുഞ്ചിരി ഒന്നുകൂടി വിടർന്നു പോയി. അല്പം മാറി നിന്ന് ആ കാഴ്ച നോക്കിക്കൊണ്ടിരുന്ന ചേതൻ്റെ ചുണ്ടുകളിലും അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മനസ്സിൽ നിറഞ്ഞു നിന്ന ഭയത്തിന് പകരം ഏറെ നാളുകൾക്ക് ശേഷം ആ വീടിൻ്റെ മുറ്റത്ത് വീണ്ടും ഒരു സമാധാനത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങി. വിഹാനൊന്ന് അടിമുടി നോക്കിയ ആദിത്യൻ്റെ ചുണ്ടിൽ കുസൃതി നിറഞ്ഞൊരു പുഞ്ചിരിയും വിരിഞ്ഞു. എന്താടാ, കല്യാണം കഴിഞ്ഞതോടെ വലിയ ആളായോ നീ? തൻ്റെ കണ്ണിറുക്കിക്കൊണ്ട് ആദിത്യൻ ചോദിച്ചത് വിഹാൻ ഒരു നിമിഷം പോലും പായാക്കാതെ ഓടിച്ചെന്ന് തൻ്റെ ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചു. ആ ആലിംഗനത്തിൽ കുറ്റബോധവും സ്നേഹവും ആശ്വാസം ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്നു. സോറി ഏട്ടാ. അവൻ്റെ ശബ്ദം അപ്പോഴേക്കും പതറിപ്പോയിരുന്നു. നിങ്ങൾ എന്നോട് ദേഷ്യത്തിലായിരിക്കുമെന്ന ഞാൻ ഇതുവരെ കരുതിയത്. ഞാൻ ഇത്രയും ദിവസം ഫോൺ പോലും ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളിങ്ങനെ പഴയതുപോലെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ശരിക്കും മനസ്സിന് വലിയ സമാധാനമായി ഏട്ടാ. വിഹാൻ്റെ വാക്കുകൾ കേട്ട് ആദിത്യൻ മെല്ലെ അവൻ്റെ തോളിൽ തട്ടി. ഡാ, ജീവിതത്തിൽ ചില കാര്യങ്ങളൊന്നും നമ്മുടെ തീരുമാനപ്രകാരമല്ല നടക്കുന്നത്. എല്ലാം വിധി എഴുതി വെച്ചതുപോലെയാണ് നടക്കുക. പറഞ്ഞുകൊണ്ടിരുന്ന ആദിത്യൻ്റെ നോട്ടം അറിയാതെ അനന്യയിലേക്ക് വഴുതിപ്പോയി. അവളും അതേ നിമിഷം അവനെ തന്നെ നോക്കിയിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ ഒരു നിമിഷം തമ്മിൽ കോർത്തപ്പോൾ പറയാതെ പറഞ്ഞുപോയ 1000 വികാരങ്ങൾ അവിടെ തെളിഞ്ഞു നിന്നു. ആ കാഴ്ച കണ്ടുനിന്ന് ചേതൻ്റെ മുഖത്ത് സംതൃപ്തി നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു. താങ്ക് യു മൈ ഡിയർ സൺ. അദ്ദേഹം മുന്നോട്ട് വന്ന് ആദിത്യൻ്റെ തോളിൽ സ്നേഹത്തോടെ കൈവച്ചു. എവിടെയാ എൻ്റെ മരുമകൾ? അനന്യ സ്നേഹപൂർവ്വം മുന്നോട്ട് വന്നതും അദ്ദേഹം അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ അല്ലേ? അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് അനന്യയെ കൂട്ടി നിൻ്റെ അടുത്തേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞതും. അദ്ദേഹം ഒന്ന് നിർത്തി ആദിത്യൻ്റെ മുഖത്തേക്ക് നോക്കി. അന്ന് ദേഷ്യപ്പെട്ടതുപോലെ രണ്ടുപേരും അകന്നു നിന്നിരുന്നെങ്കിൽ ഈ ബന്ധം ഇങ്ങനെ വീണ്ടും ഒന്നിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ജീവിതാനുഭവത്തിൻ്റെ പക്വത നിറഞ്ഞു നിന്നിരുന്നു. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം അത് ഈ ജന്മം കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല. ജന്മാന്തരങ്ങളോടെ തുടരുന്ന വിശുദ്ധമായൊരു ബന്ധവുമാണ്. ആ ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പരം വിശ്വാസവും മനസ്സിലാക്കലും. അനന്യയും ആദിത്യയും മാറി മാറി നോക്കിക്കൊണ്ട് അദ്ദേഹം അവരോടായി പറഞ്ഞു. രണ്ടുപേരും അകന്നിരുന്നാൽ പരസ്പരം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ആദിത്യനും അനന്യയും പരസ്പരം ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ സമ്മതവും സ്നേഹവും പുതുതായി കണ്ടെത്തിയ ഒരു അടുപ്പവും ഉണ്ടായിരുന്നു. അതുവരെ എല്ലാം നോക്കി ചിരിച്ചിരുന്ന ചേതൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, മതി മതി, എല്ലാവരും വികാരേതരായി ഇവിടെ തന്നെ നിന്നാൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഈ മുറ്റത്ത് തന്നെ നിന്ന് തീരും. അത് കേട്ടതും എല്ലാവരുടെയും ചുണ്ടിൽ ഒരേ സമയം ചിരി വിരിഞ്ഞു. എന്താ ജാനു, ഇവരെ നീ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നില്ലേ? അതോ ഇങ്ങനെ തന്നെ സ്വീകരണം കഴിഞ്ഞിട്ട് മുറ്റത്ത് തന്നെ നിർത്താനാണോ നിങ്ങളുടെ പരിപാടി? ചേതൻ തമാശയിൽ ചോദിച്ചതും ജാനുമ്മ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ചിരിച്ചു. ദിയ മോളെ,
പോയി ആരതി എടുത്ത് ഒരുക്കിക്കൊണ്ടുവാ, പിന്നെ നിലവിളക്കും. ശരി അമ്മേ എന്ന് പറഞ്ഞ് ദിയ വേഗത്തിൽ അകത്തേക്കോടി. ഏതാനും നിമിഷങ്ങൾക്കകം ദീപം തെളിയിച്ച് ആരതി തട്ടുമായി അവൾ അരികെ എത്തി. നിലവിളക്കും. അതുവരെ ആദിത്യൻ്റെ തൊട്ടരികിൽ അല്പം മടിയോടെ നിന്നുകൊണ്ടിരുന്ന അനന്യ ആ നിമിഷം ഒരു വാക്ക് പോലും പറയാതെ ആദിത്യൻ പതിയെ അവളുടെ കൈവെള്ളയിൽ തൻ്റെ വിരലുകൾ കോർത്തു പിടിച്ചു. അപ്രതീക്ഷിതമായ സ്പർശനത്തിൽ അനന്യയുടെ ശരീരമാകെ ഒരു വിറയൽ പടർന്നുപോയി. ഒരു നിമിഷം അവൾ അവനെ നോക്കി, അത്ഭുതത്തോടെ നോക്കി. പക്ഷേ ആ ഭാവമൊന്നും പുറത്തു കാണിക്കാതെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വരുത്തി അവൾ അവൻ്റെ കൈയോട് ചേർന്നു നിന്നു. അവരുടെ മനസ്സിൽ ഒന്നും തോന്നാതിരിക്കാൻ അവളുടെ വിരലുകൾ പോലും അറിയാതെ അവൻ്റെ വിരലുകൾ മുറുകെ പിടിച്ചു. ആ കാഴ്ച കണ്ടു നിന്ന ജാനുമ്മയും ചേതൻ്റെയും മുഖത്ത് സംതൃപ്തി നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. ദിയ രണ്ടുപേരുടെയും മുന്നിൽ നിന്നുകൊണ്ട് ആരതി ഒഴിഞ്ഞു. നിലവിളക്ക് അവളുടെ കയ്യിൽ കൊടുത്തു. ശേഷം കുങ്കുമം എടുത്ത് ആദ്യം ആദിത്യൻ്റെയും പിന്നെ അനന്യയുടെ നെറ്റിയും തിലകം ചാർത്തി. ഇനി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറും മോളെ, ജാനുമ്മ സ്നേഹത്തോടെ പറഞ്ഞതും പരസ്പരം കൈകോർത്ത് തന്നെ ഇരുവരും ഒരേ ചുവടിൽ വലതുകാൽ വെച്ച് വീട്ടിലേക്ക് പ്രവേശിച്ചു. ആ വീട്ടിലൊരു ചുവരുകളും ആ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു പോലെ തോന്നി. അകത്ത് കയറിയോടെ ജാനുമ്മ പൂജാമുറിയിലേക്ക് വിരൽ ചൂണ്ടി. നിലവിളക്ക് പൂജാമുറിയിൽ വെക്ക്. രണ്ടുപേരും ഒന്നിച്ച് പൂജാമുറിയിലേക്ക് നടന്നു. അവിടെ ഒരുക്കി വെച്ച കുഞ്ഞിക്കണ്ണൻ്റെ വിഗ്രഹത്തിനടുത്ത് അനന്യ നിലവിളക്ക് അവർ മനമുരുക്കി പ്രാർത്ഥിച്ചു. പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതോടെ അനന്യ ആദിത്യനെ കൈകൂപ്പി നിന്നു. രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ചു. ആ നിമിഷം ആദിത്യൻ പൂജാതട്ടിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമം എടുത്തു. അനന്യ അത്ഭുതത്തോടെ അവനെ നോക്കി. അവളുടെ അനുവാദം ചോദിക്കുന്നത് പോലെ ഒരു നിമിഷം അവളുടെ കണ്ണിലേക്ക് നോക്കിയ ശേഷം അതീവ ശ്രദ്ധയോടെ അവളുടെ സീമന്തരേഖയിൽ ആദ്യമായി അവൻ ഇഷ്ടത്തോടെ കുങ്കുമം ചാർത്തി. ആ സ്പർശം അനന്യയുടെ ഹൃദയത്തെ സ്നേഹത്തോടെ പൊതിഞ്ഞു. എന്തോ ഒരു വികാരവും അവളുടെ ഉള്ളിലൂടെ പൊതിഞ്ഞുപോയി. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷമായിരുന്നു അതും. എന്നാൽ ആ അപ്രതീക്ഷിതമായ സ്നേഹപ്രകടനം അവളുടെ ഉള്ളിൽ നിറയെ സന്തോഷം കൊണ്ട് നിറച്ചു. നാണം കലർന്നൊരു പുഞ്ചിരിയോടെ അവൾ കണ്ണുകൾ താഴ്ത്തി നിന്നു. അവരെ നോക്കുന്ന ജാനുമ്മയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. തൻ്റെ മക്കളെ കാത്തോണമേ ഉണ്ണിക്കണ്ണ എന്നവർ മനസ്സിൽ പറയുകയും ചെയ്തു. വാ മക്കളെ, ഇനി എല്ലാവരുടെയും അടുത്തുനിന്ന് ഇരിക്കാം. അവരെ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ജാനുമ്മ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ദിയ അടുക്കളയിൽ നിന്ന് പാലും പഴവുമായി എത്തി. ഇതാ അമ്മേ, എല്ലാവരും തയ്യാറാണ്. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ വീട്ടിലാകെ വീണ്ടും ഒരു മംഗളാന്തരീക്ഷം നിറഞ്ഞു നിന്നു. വിഹാനം ചുണ്ട് കടിച്ചു പിടിച്ച് ഒരു ചെറിയ ചിരിയോടെ നോട്ടം പിൻവലിച്ചു. അതെല്ലാം കണ്ട ദിയ ചിരി അടക്കാൻ പാടുപെട്ടു. ഇവിടെ ആരൊക്കെയോ പഴയ ഓർമ്മകളിലേക്ക് പോയെന്ന് തോന്നുന്നു. അവളുടെ കളിയാക്കൽ കേട്ടതും ദിയയുടെ കവളുകൾ നാണത്താൽ ചുവന്നുപോയി. സംസാരം മറ്റൊരു വഴിയേക്ക് തിരിക്കാൻ എന്ന പോലെ അവൾ വേഗം പാലും പഴവും എടുത്ത് ആദിത്യനും അനന്യക്കും നേരെ നീട്ടി. ഇതാ, ആദ്യം ഇതൊന്ന് കയക്ക്. രണ്ടുപേരും പുഞ്ചിരിയുടെ പാലും പഴവും സ്വീകരിച്ചു. ആദ്യം കവൾ പാൽ കുടിച്ച ശേഷം അനന്യക്കും അത് നീട്ടി. അവൾ മടിയില്ലാതെ അത് വാങ്ങി കുടിച്ചു. ശേഷം പഴവും രണ്ടുപേരും പങ്കിട്ട് കഴിച്ചു. അതിനുശേഷം എല്ലാവരും ഹാളിലിരുന്ന് വിശേഷങ്ങൾ പറഞ്ഞ് ചിരിച്ചും തമാശ പറഞ്ഞതും സമയം ചെലവഴിച്ചു. ജാനുമ്മയും ചേതനും വിഹാനും ദിയയും. അല്പസമയത്തിന് ശേഷം കഴിഞ്ഞപ്പോൾ ചേതൻ ഗൗരവത്തോടെ ആദിത്യനെ നോക്കി. ആദിത്യ, നാളെ രാവിലെ തന്നെ നിങ്ങൾ 4 പേരും നാട്ടിലേക്ക് തിരിക്കണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടതും ആദിത്യൻ ചിരിച്ച ശേഷം അമ്മയെ നോക്കി. അമ്മേ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? അവൻ്റെ ചോദ്യം കുഞ്ഞിനെ പോലെയുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ജാനുമ്മ സ്നേഹത്തോടെ മകനെ നോക്കി പുഞ്ചിരിച്ചു. ഇല്ലടാ. അവർ മെല്ലെ തല കുലുക്കി. നാളെ രാത്രിയിലെ ചടങ്ങുകൾ തുടങ്ങുന്നത്. അതിനു മുമ്പ് ഇവിടെ കുറച്ച് ഒരുക്കങ്ങളുണ്ട്. ഒരു നിമിഷം ചേതനെ നോക്കിയ ശേഷം അവർ വീണ്ടും തുടർന്നു. നിന്റെ അച്ഛന് ഓഫീസിൽ പോകേണ്ടതുണ്ട്. ഞാൻ കൂടെ പോയാൽ ഇവിടെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? ഭക്ഷണം ഉണ്ടാക്കണ്ടേ? അത് കേട്ട് ചേതൻ ഒരു ചെറു പുഞ്ചിരിയോടെ ഭാര്യയെ നോക്കി. അതുകൊണ്ട് നിങ്ങൾ 4 പേരും രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടോളൂ. ജാനുമ്മ ശബ്ദത്തിൽ കരുതലും സ്നേഹവും നിറഞ്ഞു. അച്ഛൻ ഓഫീസിൽ നിന്ന് വന്ന ശേഷം ഞങ്ങൾ 2 പേരും വൈകുന്നേരത്തോടെ അവരുടെ വീട്ടിലേക്കെത്താം. അത് കേട്ടതും ആദിത്യൻ മെല്ലെ തല കുലുക്കി.